ൊക്കെ കൂടി കണ്ട ഒരാള് എന്നെ സഹായിക്കുക എന്ന് പറയുമ്പോൾ സാറിന്റെ വൈഫാണ്. ഇതുപോലെ സ്റ്റുഡിയോ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പം അത് എൻ്റെ സാഹചര്യമൊക്കെ വെച്ചിട്ട് എനിക്ക് അത്ര നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിലല്ല ഞാൻ ചെയ്തോണ്ടിരുന്നത്. അപ്പം എനിക്ക് അതിന് പറ്റിയൊരു സ്റ്റുഡിയോ സാറ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക, ദൈവത്തിന് തുല്യം തന്നെയാണ്. കാരണം അത്രയും ഞാൻ ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു നല്ല ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ടൊക്കെ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ അതിഥികളായി 4 കുട്ടികൾ എത്തിയിരുന്നു. കൈകാലുകളില്ലാത്ത പാച്ചല്ലൂർ സ്വദേശി സന്ധ്യയ്ക്കും അമ്പൂരിയിലെ അനാഥരായ 3 കുരുന്നുകൾക്കും രമേശ് ചെന്നിത്തല എന്നാൽ ദൈവതുല്യനാണ്. രമേശ് ചെന്നിത്തലയ്ക്കും ഭാര്യ അനിതയ്ക്കും ഇവർ എങ്ങനെ പ്രിയപ്പെട്ടവരായി എന്നറിയണ്ടേ? രമേശ് ചെന്നിത്തലയുടെ കരുതലിൽ വളരുന്നവരാണ് ഈ 4 കുട്ടികൾ. പാച്ചല്ലൂർ സ്വദേശി സന്ധ്യയ്ക്ക് ജന്മനാ കൈകാലുകളില്ല. പരിമിതികളിൽ നിന്ന് വ്ളോഗറായി. പക്ഷേ കുറവുകൾ സന്ധ്യയിലെ പ്രതിഭയെ തളർത്താൻ രമേശ് ചെന്നിത്തല അനുവദിച്ചില്ല. സന്ധ്യയുടെ സ്വപ്നങ്ങൾക്ക് കൂടുതൽ മിഴിവേകാൻ രമേശ് ചെന്നിത്തല ഒരു സ്റ്റുഡിയോ ഒരുക്കി നൽകി. സ്വന്തമായി വരച്ച ചിത്രവുമായാണ് സന്ധ്യ ആഭ്യന്തരമന്ത്രിയെ കാണാനെത്തിയത്. അമ്പൂരിയിലെ അനാഥരായ 3 കുരുന്നുകളാണ് വിഹാനും ഭാവികും ബദ്രയും. ഇവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് നൽകിയതും രമേശ് ചെന്നിത്തലയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഈ കുട്ടികളുടെ ജീവിത സാഹചര്യം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ ഭാര്യ അനിതയും കൂടി ചേർന്നാണ് സഹായഹസ്തം നീട്ടിയത്. കൈത്താങ്ങായവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് സമ്മാനങ്ങളും വാങ്ങി സന്തോഷത്തോടെയാണ് 4 പേരും മടങ്ങിയത്.